Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ വ്യാഴാഴ്ച ദിവസം രാവിലെ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ ഒരു എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന 4 പേർ കൂടി ചേർന്നിട്ടാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ട് നമുക്ക്. അതുകൊണ്ട് കണ്ണുകളടച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, കാരണം അവർ നമുക്കൊരു അനുഗ്രഹമായി തീർന്നെങ്കിൽ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത് മുഖാന്തരമായി അവരുടെ ജീവിതത്തിലും ഈ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഒരു അനുഗ്രഹം അവർക്കുണ്ടാകട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ബിലായിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ അവർ ആവശ്യപ്പെട്ടിട്ടുള്ള ഉഷ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസിൽ നിന്ന് പരിപൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ കർത്താവെ. ജോയിൻറ്റ് പെയിനുകൾ, അതുപോലെ ശരീരത്തിൻ്റെ ബലഹീനതകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുന്നൂരിൽ നിന്ന് ബേബിക്കും അപ്പുവിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ബേബിയുടെ ബർത്ത്ഡേ ആണല്ലോ. തന്നെ ധാരാളമായി അനുഗ്രഹിക്കണമേ, തൻ്റെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ. 2 മക്കൾ മനിയയ്ക്ക് വേണ്ടി, ടാനിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ ഫൈനൽ ഇയർ ലോ എക്സാമിൽ കർത്താവെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ ഇളയാൾ 12th ബോർഡ് എക്സാമിൽ കർത്താവെ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതുപോലെ തന്നെ USA നിന്നുള്ള വണ്ടന്നൂർ ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഷാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവ് ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ജോലി അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂവാറ്റുപുഴയിൽ നിന്നുള്ള അന്നമ്മിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണർ തനിക്കുണ്ടാകട്ടെ കർത്താവ്. അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നന്ദി പറയുന്നു കർത്താവെ. ദൈവമഹത്വത്തിനായി നന്ദി പറയുന്നു കർത്താവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ 4 വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ 4 സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേര് ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളിൽ വലിയ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് നിങ്ങൾക്ക് ധാരാളമായി നൽകി തരട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പത്തനംതിട്ട മാർച്ച് 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം, TB റോഡ്, പത്തനംതിട്ട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര മാർച്ച് 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. Let us turn our Bibles to John chapter number 14. നമ്മൾ ഒരുമിച്ച് നമ്മുടെ ബൈബിളുകളിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടത്. And we will start from verse number 5. അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ നമ്മൾ അത് വായിക്കാൻ പോവുകയാണ്. Verse number 5, Thomas said to him, Lord, we don't know where you are going, so how can we know the way? തോമസ് അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് ചോദിച്ചു. Jesus answered, verse number 6, I am the way, the truth and the life. No one comes to the Father except through me. അതിന് 6-ാമത്തെ വാക്യം, അതിന് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. If you really know me, you will know my Father as well.
from now on you do know him and have seen him. നിങ്ങൾ വാസ്തവമായി എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ പിതാവിനെ അറിയുന്നു, കണ്ടുമിരിക്കുന്നു. Philip said, Lord, show us the Father and that will be enough for us. 8-ാമത്തെ വാക്യം ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും ഞങ്ങൾക്ക് അത് മാത്രം മതി. Jesus answered, don't you know me, Philip? Even after I have been among you such a long time, anyone who has seen me has seen the Father. How can you say, show us the Father? 9 യേശു പറഞ്ഞു, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും നിനക്ക് എന്നെ മനസ്സിലായില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എന്ത്? Don't you believe that I am in the Father and that the Father is in me? The words I say to you, I do not speak on my own authority. Rather, it's the Father living in me who is doing his work. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം എൻ്റെ സ്വന്തമല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. Heavenly Father, we pray that you may minister to us through this word. സ്വർഗീയ പിതാവ്, ഈ വചനങ്ങൾ നിമിത്തം അങ്ങ് ഞങ്ങളോട് ശുശ്രൂഷിക്കണമേ. We pray that this word may penetrate into our souls and minds and flesh and bone marrow. കർത്താവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഈ വചനങ്ങൾ ആളുകളുടെ മനസ്സിനെ, ശരീരങ്ങളെ, ആത്മാവിനെ, അസ്ഥികളെ തുളച്ചു കയറത്തക്ക രീതിയിൽ ആ വചനങ്ങൾ സൂക്ഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Father, I pray that today's word and message minister to every individual in transforming their life forever. കർത്താവേ, ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഇന്ന് ഇവിടെ പറയപ്പെടുന്ന ഈ വചനങ്ങൾ അവരുടെ ജീവിതത്തെ ഇന്ന് മുതൽ എന്നേക്കും അത് രൂപാന്തരപ്പെടത്തക്ക രീതിയിൽ അത് പരിവർത്തിക്കപ്പെടട്ടെ, ശുശ്രൂഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Holy Spirit, the same Spirit who breathed into the souls and spirit of the authors, the writers of the books of the Bible, may come in every heart and soul to perceive and comprehend the same message from him. പരിശുദ്ധാത്മാവേ, അങ്ങാണ് ഓരോ വ്യക്തികളിലും ഇത് എഴുതിയ ഓരോ എഴുത്തുകാരുടെയും അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ മനസ്സിൽ പരിവർത്തിച്ച് ഈ വചനങ്ങൾ എഴുതിപ്പിച്ചത് പരിശുദ്ധാത്മാവേ അങ്ങാണ്. അതുകൊണ്ട് അതേ അങ്ങ് തന്നെ ഇന്ന് ഈ വചനങ്ങൾ ശ്രവിക്കുന്ന ഓരോ വ്യക്തികളുടെ മനസ്സിലും ഹൃദയത്തിലും ഇതിൻ്റെ ശരിയായ വെളിപ്പാടിനെ നൽകി അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ അങ്ങ് സഹായിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. Thank you for listening to our prayers and answering them. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് അതിന് ഉത്തരം നൽകുന്നതിനായി നന്ദി പറയുന്നു. In Jesus' name. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. And everybody said amen. എല്ലാവരും ഉറക്കെ പറഞ്ഞാലും ആമേൻ. We read 5 verses from John chapter 14. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 5 വാക്യങ്ങളാണ് വായിച്ചത്. Now, in this context, Jesus is speaking to his own disciples. ഈ വേദഭാഗത്ത് നമുക്ക് കാണുന്നത് യേശു തൻ്റെ സ്വന്തം ശിഷ്യന്മാരോട് സംസാരിക്കുന്നതാണ്. He's not speaking to the general public. അദ്ദേഹം പൊതുവിലുള്ള ജനത്തോടല്ല ഇവിടെ സംസാരിക്കുന്നത്. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Every word receive into your spirit with an undivided attention. നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഓരോ വചനങ്ങളും ആ ശ്രദ്ധ ഒരിക്കലും തെറ്റിക്കാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. Let us lift up both of our hands. നിങ്ങളുടെ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചാൽ and shout hallelujah 3 times. ആ 3 പ്രാവശ്യം ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാലും ഹല്ലേലൂയ ഹല്ലേലൂയ. Amen. Put your hands down. നിങ്ങളുടെ കരങ്ങൾ താഴെയിട്ടാലും. Jesus was not speaking to the general public, but Jesus was speaking to his own apostles, disciples, chosen by him, specially chosen by him with much prayer. യേശു കർത്താവ് പൊതുവിലുള്ള ജനക്കൂട്ടത്തോടല്ല ഇവിടെ സംസാരിക്കുന്നത്. യേശു തന്നെ സ്വന്തം തെരഞ്ഞെടുത്ത് വേർതിരിച്ച് തൻ്റെ ശുശ്രൂഷകന്മാരോട്, തൻ്റെ ശിഷ്യന്മാരോടാണ് ഇവിടെ താൻ ഈ വചനങ്ങൾ പറയുന്നത്. And Jesus was only a few hours just before the betrayal and arrest and the passion.
യേശു കർത്താവ് ചില ദിവസങ്ങൾ കുറച്ച് മണിക്കൂറുകൾ മുന്നമേ മാത്രമാണ് ഈ കാര്യങ്ങൾ തന്നെ ഒറ്റിക്കൊടുക്കുന്നതിനും തൻ്റെ ഏറ്റവും കൂടുതൽ തൻ്റെ പീഡനങ്ങളിലൂടെ കടന്നുപോയ അവസ്ഥകൾക്കും ചില മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഈ വേദഭാഗങ്ങൾ, ഈ വചനങ്ങൾ അരുളി ചെയ്യുന്നത്. And if I speak more clearly, it was the occasion of the Last Supper. ഞാൻ കുറച്ചും കൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇത് പറയപ്പെടുന്നത് അവസാനത്തെ അത്താഴത്തിൻ്റെ ആ സമയത്താണ്. And we know that Jesus took a towel and he tied the towel around his waist and he took some water in a basin and started washing the feet of his disciples. നമുക്കറിയാവുന്നതുപോലെ യേശു കർത്താവ് ഒരു തൂവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു ബേസിനിൽ വെള്ളം എടുത്തുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ, പാദങ്ങൾ കഴുകുവാൻ അദ്ദേഹം തുടങ്ങി. And unprecedented in history, he was showing what we call today the servant leadership. ഇന്ന് ചരിത്രത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തതുപോലെ ആദ്യമായി ഇന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു ദാസ്യ നേതൃത്വത്തിന്റെ മാതൃകയാണ് അന്ന് അദ്ദേഹം കാണിച്ചത്. The leader became the servant of the followers. ഒരു നേതാവ് തൻ്റെ അനുയായികളുടെ സേവകനായി മാറുകയാണ്. That is the first time in history somebody was showing to humanity. അങ്ങനെ ഒരു കാര്യം മാനവ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തി കാണിക്കുന്നത്. Shall we thank Jesus for that? നമുക്ക് എല്ലാവർക്കും കൈകൾ ഉയർത്തി യേശുവിന് അതിനായി നന്ദി പറഞ്ഞാലും. That exemplary model he has shown for us. ആരും കാണിച്ചു തരാത്ത ഒരു മാതൃക താൻ കാണിച്ചതിന് കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞാലും. Hallelujah. Hallelujah. ഈ വർഷം ആദ്യം മുതൽ ബ്ലെസ്സിങ് ടുഡേയുടെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകാൻ അവസരം നൽകിക്കൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് നൽകിയിരുന്നു. അതിന് പ്രകാരം ഒത്തിരി പേർ ബ്ലെസ്സിങ് ടുഡേയോട് ചേർന്ന് പാർട്ട്നേഴ്സാകാൻ തീരുമാനിച്ചു. അവരുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ആ ഇരിപ്പിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക, സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായി തീർന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൽ എഴുതപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോന്നും കർത്താവ് കൈകാര്യം ചെയ്ത് വലിയ വിടുതലും അനുഗ്രഹവും കർത്താവ് നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ സൗഖ്യമാകട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ, വിവാഹങ്ങൾ നടക്കേണ്ടവർക്ക് നടക്കട്ടെ, ജോലി ലഭിക്കേണ്ടവർക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതിൽ തൻ്റെ കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ജയം കർത്താവ് കൊടുക്കണമേ, പഠിക്കുവാനുള്ള കൃപ കൊടുക്കണമേ, ഉയർച്ച കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ, ജോലിയിലും ബിസിനസ്സിലും ഐശ്വര്യം ഉണ്ടാകട്ടെ, ശുശ്രൂഷകരായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശുശ്രൂഷയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം കർത്താവെ, അങ്ങ് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇതുവരെ ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതുവരെ പങ്കാളികളായിട്ടില്ലാത്തവർ, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് സ്ക്രീനിലെ നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. ഇവിടെ നിന്നും ശുശ്രൂഷകർ നിങ്ങളെ വിളിച്ച് അതിനുള്ള വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. Our Jesus is a matchless personality. യേശു കർത്താവ് ഒരിക്കലും മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ്. He is a unique leader. യേശു കർത്താവ് നിസ്തുല്യനായ ഒരു നേതാവാണ്. Hallelujah. Hallelujah. So we can all proudly follow this leader. അതുകൊണ്ട് ഈ നേതാവിനെ നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പിൻഗമിക്കാൻ കഴിയുന്നതാണ്. Hallelujah. Hallelujah. No one we can bring beside Jesus and compare. ഒരു വ്യക്തിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് താരതമ്യപ്പെടുത്തുവാൻ നമുക്ക് ഒരിക്കലും കഴിയുകയില്ല. Because Jesus is matchless and unique. കാരണം യേശുവിനെ മറ്റുള്ളവരുമായി ഒരിക്കലും താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്തത്ര ഗുണഗണങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ്. Hallelujah. Hallelujah. The Bible says he is fairer than 10,000s. ബൈബിൾ പറയുന്നു 10,000-ങ്ങളിൽ അതിസുന്ദരനാണ് യേശു കർത്താവ്. Hallelujah. Hallelujah. He is ruddy and white. യേശു കർത്താവ് വെണ്മയും ചുവപ്പുള്ളവനാണ്. Because he bled for us and he is so pure and holy. കാരണം യേശു കർത്താവ് നമുക്ക് വേണ്ടി തന്റെ രക്തം ചൊരിഞ്ഞു തരികയും
താൻ വളരെയധികം വിശുദ്ധിയുള്ള വെണ്ണ പോലെ വിശുദ്ധിയുള്ളവനുമാണ്. Hallelujah. Hallelujah. You cannot find anyone like him in whole of human history. മാനവ ചരിത്രം മുഴുവൻ എടുത്തു നോക്കിയാലും യേശുവിനെ പോലെ ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ ഒരിക്കലും കഴിയുകയില്ല. Because he was a perfect God and he was a perfect man. കാരണം അവൻ പൂർണ്ണ രൂപത്തിലുള്ള ഒരു ദൈവവും ഒരു പൂർണ്ണ മനുഷ്യനുമായിരുന്നു. No one can find any fault with him. No one can find any sin in him. ഒരു വ്യക്തിക്കും യേശുവിൽ ഒരു കുറവോ ഒരു പാവമോ ഒരു വ്യക്തിയും യേശുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. All the accusations against Jesus was false accusations. യേശുവിനെതിരായി പറഞ്ഞിരിക്കുന്ന എല്ലാ കുറ്റാരോപണങ്ങളും അതെല്ലാം വ്യാജമായിരുന്നു. In many different courts Jesus went through trials, and in all the trials they found him without any fault. യേശു കർത്താവിനെ ഒത്തിരി ന്യായാസനങ്ങളിൽ ഒത്തിരി കോടതികളിൽ കൊണ്ടുപോയി കുറ്റം അവിടെ ന്യായം വിധിക്കുവാൻ ഇടയായിത്തീർന്നു. പക്ഷെ ഒരു കോടതികൾ പോലും ഒരു ന്യായാസനത്തിൽ നിന്ന് യേശുവിനെതിരെ ഒരു കുറ്റം പോലും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. Pilate said, I could not find any sin in this man, any fault with this man. പീലാത്തോസ് പറഞ്ഞു, യേശുവിൽ ഈ വ്യക്തിയിൽ ഒരു തെറ്റോ ഒരു കുറവോ കണ്ടെത്തുവാൻ എനിക്ക് കഴിയുന്നില്ല. That's why he became our sinless savior. അതുകൊണ്ടാണ് പാപമില്ലാത്ത ഒരു രക്ഷകനായി നമുക്ക് വേണ്ടി യേശു കർത്താവ് മാറിയത്. Hallelujah. ഹല്ലേലൂയ. Shout a big hallelujah to Jesus. കൈകൾ ഉയർത്തിക്കൊണ്ട് യേശുവിന് ഒരു വലിയ ഹല്ലേലൂയ കൂടെ പറഞ്ഞു. As they were having that close intimate moments with the Lord Jesus, Jesus suddenly said, I'm going. പെട്ടെന്ന് അവർ അത്രയും അടുത്ത ഒരു നിമിഷങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യേശു കർത്താവ് പെട്ടെന്ന് പറയുകയാണ്, ഞാൻ പോകുകയാണ്. Hello. 3.5 years of close knit fellowship with the Master. Now he says, I'm going. 3.5 വർഷക്കാലം തൻ്റെ ശിഷ്യന്മാരുമായി വളരെ അടുത്തുള്ള സാഹചര്യങ്ങളും ജീവിതത്തിൽ കടന്നുപോയ ആ യേശു കർത്താവ് പെട്ടെന്ന് പറയുകയാണ്, ഞാൻ പോകുകയാണ്. They were upset. പെട്ടെന്ന് അവർ വളരെയധികം മനസ്സവരുടെ പതറുവാനിടയായി തീർന്നു. Why? Because they had left their jobs, their businesses, all their professional backgrounds, and they were following Jesus, dreaming that one day he will become a king and all of them would be ruling, sitting on different 12 thrones. കാരണം തൻ്റെ ശിഷ്യന്മാർ ഓരോരുത്തരും അവരുടേതായ ജോലികളും അവരുടെ കുടുംബങ്ങളെ എല്ലാം വിട്ട് യേശുവിൻ്റെ പിറകെ 3.5 വർഷക്കാലമായിരുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു വലിയൊരു ആഗ്രഹവും ചിന്തയുണ്ടായിരുന്നു. ഒരിക്കൽ യേശു കർത്താവ് ഇസ്രായേലിൻ്റെ രാജാവായി വാഴുന്ന സമയത്ത് തൻ്റെ കൂടെ ഇരുന്ന് തൻ്റെ ഭരണകാര്യങ്ങളിൽ യേശുവിൻ്റെ കൂടെ ഇരുന്ന് വാഴാമെന്നാണ് ആ ശിഷ്യന്മാർ കരുതിയിരുന്നത്. Are you listening to this? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? A family of 5 members living very peacefully and wonderfully. 5 അംഗങ്ങളുള്ള ഒരു കുടുംബം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്ന ഒരു സമയത്ത് suddenly one day the family head is dying. വളരെ പെട്ടെന്ന് ഈ കുടുംബനാഥൻ മരിക്കുകയാണ്. The children has not reached anywhere. ആ കുട്ടികൾ എങ്ങും എവിടെയും എത്തിയിട്ടില്ല. Can you think of the plight of that family? ആ കുടുംബത്തിന്റെ ഭാവി, അതിന്റെ അവസ്ഥ എന്താകും നമുക്ക് ചിന്തിക്കാൻ കഴിയും. When the head is taken away, when the leader is taken away, when the captain is taken away, the team, the followers, they become devastated. ആ കുടുംബത്തിന്റെ നാഥൻ, കുടുംബനാഥനായിരിക്കുന്ന വ്യക്തി എടുത്തു മാറ്റപ്പെടുമ്പോൾ അവിടെ അതിന്റെ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, ആ കുഞ്ഞുങ്ങളുടെ ആ കുടുംബത്തിന്റെ ഭാവി എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. നിങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയും. Jesus says suddenly, I'm going. യേശു കർത്താവ് പെട്ടെന്ന് പറയുകയാണ്, ഞാൻ പോവുകയാണ്. They asked, where are you going? തൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, എവിടെയാണ് അങ്ങ് പോകുന്നത്? Jesus said, I'm going to my Father. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. I came from my Father. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നു. I came to this world sent by my Father. ഈ ലോകത്തിലേക്ക് എൻ്റെ പിതാവിൽ നിന്ന് അയക്കപ്പെട്ടത് നിമിത്തമാണ് ഞാൻ വന്നത്. I came to finish the work the Father has given me. എൻ്റെ പിതാവ് എനിക്ക് നൽകിയ ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. So from where I came, I'm going back to there. ഞാൻ എവിടെ നിന്ന് വന്നോ അങ്ങോട്ടേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ്. എനിക്ക് ഒരു കടമുണ്ടായിരുന്നു. തന്നെ ഒത്തിരി നാളുകൾക്ക് മുൻപ്, ഒരു 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം തയ്ക്കുന്നൊരു മെഷീൻ മേടിക്കാൻ വേണ്ടി ലോൺ എടുത്തതാണ്. ഏതാണ്ട് 10,000 രൂപയ്ക്കാണ് താനെന്ന് ലോൺ എടുത്തത്. പക്ഷെ അത് കൂടി അതൊരു 15,000 രൂപയിലുള്ള എത്തിച്ചേർന്നു. തനിക്കത് തിരിച്ചടയ്ക്കുവാൻ ഒരു നിർവാഹവുമില്ല.
താനൊരു വിധവയാണ്. അതുകൂടാതെ താൻ സഹോദരൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം തനിക്ക് ഇടയ്ക്കൊക്കെ തയ്ക്കുവാനുള്ള ഇത് കിട്ടും, അല്ലെങ്കിൽ താൻ ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വിധവ പെൻഷൻ കിട്ടുമല്ലോ, അത് വെച്ച് കൊടുക്കും. എന്നാലും തനിക്ക് ഒരു തവണ മാത്രമേ തനിക്കത് അടയ്ക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അങ്ങനെ താൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ വില്ലേജിൽ നിന്ന് തനിക്ക് നോട്ടീസ് ലഭിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അടയ്ക്കണം അല്ലെങ്കിൽ അനന്തര നടപടികൾ സ്വീകരിക്കുമെന്നുള്ള രീതിയിൽ വരികയാണ്. താൻ ഭയങ്കരധികം നിരാശയോടുകൂടെ വിഷമിച്ച് ഇരിക്കുകയായിരുന്നു. തനിക്ക് ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം എന്നും കാണാനുള്ള സ്വാതന്ത്ര്യം തൻ്റെ വീട്ടിൽ, താൻ താമസിക്കുന്ന വീട്ടിലില്ല. സഹോദരൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അത്ര വിശ്വാസികൾ അല്ല അവർ. അപ്പം അങ്ങനെ കാണാൻ പറ്റാത്ത ഒരു ദിവസം അവർ പോയ സമയത്ത് താൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം യാദൃച്ഛികമായി താൻ വെച്ചപ്പോൾ ആ സമയത്ത് ഷെമ സിസ്റ്റർ ആയിരുന്നു വചനം സംസാരിച്ചു കൊണ്ടിരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നാണ് താൻ സംസാരിച്ചത്. ഒരു വിധവയുടെ മകൻ മരിച്ചുപോയ അതും ആ പുരുഷാരം നടന്നു വരുന്നതും നയ്യൻ പട്ടണത്തിൽ സംഭവിച്ച കഥ. ആ വിധവ വരുമ്പോഴത്തേനും ഈ യേശു അവളുടെ അടുക്കൽ ചെന്നിട്ട് നീ കരയണ്ട എന്ന് പറയുന്ന ആ വാക്ക് കേട്ടുകൊണ്ടാണ്, കരയണ്ട എന്ന് പറയുന്ന വാക്ക് കേട്ടുകൊണ്ടാണ് സത്യത്തിൽ ഈ സഹോദരി TV ഓൺ ചെയ്തത്. ഓൺ ചെയ്യുമ്പോൾ ആദ്യം കേൾക്കുന്നതാണ് നീ കരയണ്ട എന്നുള്ള വാക്കാണ് ഏറ്റവും ആദ്യം കേൾക്കുന്നത്. താൻ ആ സമയത്ത് ഹൃദയത്തിൽ കരഞ്ഞുകൊണ്ടാണ് താൻ ആ സമയത്ത് നിൽക്കുന്നത്. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഷെമ സിസ്റ്റർ പറഞ്ഞു, നീ കരയണ്ടെന്ന് ഈ ലോകത്ത് ചങ്കൂറ്റത്തോടുകൂടി വിളിച്ചു പറയാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി യേശു കർത്താവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ തൻ്റെ ഉള്ളിൽ അതൊരു വലിയൊരു വിശ്വാസമായി അത് മാറി. ആ ദിവസം തന്നെ 4 മണിയായപ്പോൾ വില്ലേജിൽ നിന്ന് ഒരു കോൾ വരികയാണ്. 15,000 രൂപയുണ്ടായിരുന്ന ആ ലോൺ അത് 4,000 രൂപ നിങ്ങൾ അടച്ചാൽ മതി. അതിൻ്റെ 2,000 രൂപ നിങ്ങളിപ്പോൾ അത് കൊടുത്ത് ഈ മാസം തന്നെ, ഒക്ടോബർ മാസം തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അവർ പൈസയൊക്കെ 2,000 രൂപ തപ്പി പെറുക്കി കൊണ്ടുപോയി അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ച് വില്ലേജിൽ അവിടെ ചെന്നപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ 4,000 രൂപ അടയ്ക്കേണ്ട ആവശ്യമില്ല, ഒരു 3,000 കുറച്ച് രൂപയും കൂടെ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊത്തം ലോണ് അത് ക്ലോസ് ചെയ്ത് തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ യേശു ചെയ്ത ആ വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഈ സഹോദരി നിൽക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം ശരിയാണോ സിസ്റ്ററെ? ആ ബ്രദർ ഉണ്ടാക്കിയ കഥയാണോ? സംഭവിച്ചതാണോ ഇത്? അതേ ദിവസം ഇത് സംഭവിച്ചു. അങ്ങനെയെങ്കിൽ അതേ യേശു ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന ഈ സാക്ഷ്യം കാണുന്നവരോട് ഇന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നീ കരയണ്ട. ഇതെന്താ സംഭവം? പൈസ അടച്ചതിൻ്റെ ഒക്കെ റെസിപ്റ്റ് ഒക്കെയാണ്. 3,035 രൂപ. 15,000 രൂപ ഉണ്ടായിരുന്ന സ്ഥലത്ത് കാണാം ഒരു 3,035 രൂപയ്ക്ക് സംഭവം തീർന്നു. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞ പോലെ കർത്താവ് അത് മാറ്റിക്കൊടുത്തു. എത്ര പേർക്ക് ഇങ്ങനെ പ്രവർത്തിക്കുന്ന യേശുവിൽ വിശ്വാസമുണ്ട്? ഇതിപ്പോൾ 10,000 രൂപയും 15,000 രൂപയും കഴിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ പറയും അതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങൾക്ക് ലക്ഷങ്ങളുടെ കടമ. ലക്ഷമായാലും കോടിയായാലും നമ്മുടെ കർത്താവിൻ്റെ പോക്കറ്റിൽ കാശുണ്ട്. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. കർത്താവേ, ഈ സഹോദരി ഇവിടെ നിൽക്കുമ്പോൾ ആ സാക്ഷ്യം കേട്ട് കർത്താവിൽ കൂടുതലായി വിശ്വസിക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്നും കർത്താവെ അങ്ങയുടെ ജനത്തെ അങ്ങ് പുറത്തെടുക്കണമേ. ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ. ഒരിക്കലും കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എഴുതി തള്ളപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. മാധ്യമങ്ങളിലൂടെ ഈ സാക്ഷ്യം കാണുന്നവരുടെ ജീവിതത്തിലും ഫൈനാൻഷ്യൽ മിറക്കിൾസ് നടക്കട്ടെ. താങ്ക് യു ജീസസ്. ദൈവിക പ്രവൃത്തിക്കായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പത്തനംതിട്ട മാർച്ച് 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം, TB റോഡ്, പത്തനംതിട്ട. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര മാർച്ച് 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. ഇനി
നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് യേശുവിനോട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. സാമ്പത്തികമായ ചില ഞെരുക്കങ്ങൾ, വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, കർത്താവെ, അവർക്കുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാകട്ടെ, അവർക്കുള്ള വഴികൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങളിലൂടെ വല്ലാത്ത പ്രഷർ കൊണ്ട് ജോലി അങ്ങ് റിസൈൻ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആരോ ഒരു വ്യക്തി ഇത് കാണുന്നുണ്ട്. കർത്താവെ, ആ പ്രശ്നം എത്ര വലുതാണെങ്കിലും അതിപ്പോൾ മാറിപ്പോകട്ടെ. കർത്താവെ, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ അകന്നു പോകും എന്ന് അങ്ങയുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവെ, ഈ മഹാപർവ്വതം മാറിപ്പോകട്ടെ. അവിടെ സമാധാനത്തിൻ്റെ നിയമം അവിടെ സ്ഥാപിക്കപ്പെടട്ടെ. ഇന്നു മുതൽ ആ വ്യക്തിയിലേക്കും ആ കാര്യങ്ങളിലേക്കും സമാധാനം ഉണ്ടാകട്ടെ. സ്വസ്ഥമായി താൻ അവിടെ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ ഗൾഫിൽ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ചില വ്യക്തികൾ ഇപ്പോൾ അത്ഭുതകരമായ വിടുതലുകൾ അവർക്ക് വേണ്ടി സംഭവിക്കട്ടെ. മറ്റ് പുതിയ ചില രാജ്യങ്ങളിലേക്കുള്ള വഴികളും വാതിലുകളും അവർക്ക് വേണ്ടി തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അപ്പോൾ തന്നെ സാമ്പത്തികമായി തന്നെ ചില വല്ലാത്ത ജപ്തി, അതുപോലെ ലോൺ, അതിൻ്റെ ഭീഷണികൾ ഇത്തരത്തിൽ കടന്നു പോകുന്ന ചിലർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അവരുടെ ഹൃദയത്തിലേക്ക് സമാധാനത്തെ കൊടുക്കണമേ. കർത്താവെ, മരണത്തിൻ്റെ ചിന്തകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. പകരം ദൈവത്തിൻ്റെ വഴികൾ ഏതാണെന്ന് ദൈവമേ നീ അവരുടെ മുൻപിൽ തെളിയിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രമണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ അസുഖം ഈ സമയത്ത് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോളി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ശരീരത്തിനകത്തേക്ക് ദൈവികമായ സൗഖ്യം ഈ സമയത്ത് വന്നു ചേരുകയാണ്. നിങ്ങളുടെ ഞരമ്പുകൾ, നിങ്ങളുടെ അസ്ഥി, നിങ്ങളുടെ മസിലുകൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ ആ സഹോദരിയുടെ മേൽ ഇറങ്ങി വന്ന് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. എപ്പോഴും വായ്ക്കകത്ത് കുരുക്കൾ വരുന്ന അൾസേഴ്സ് ഉണ്ടാകുന്ന അസുഖം ഈ സമയത്ത് സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ അവരെ അനുഗ്രഹിക്കണമേ. ഈ ആഴ്ചയിൽ അവരെഴുതുന്ന പരീക്ഷകളിൽ ദൈവമേ നീ കൂടെ ഉണ്ടായിരിക്കണമേ. എല്ലാം തക്ക സമയത്ത് അങ്ങ് അവർക്ക് ഓർമ്മിപ്പിച്ച് ഉണർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് പത്തനംതിട്ടയിലാണ്. അപ്പോൾ തന്നെ മറ്റന്നാൾ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത് നെയ്യാറ്റിൻകരയിലാണ്. അതുകൊണ്ട് ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും അവിടേക്ക് കടന്നു വരുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.